ഹലോ. രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു ചായയൊക്കെ ആയിട്ട് പുറത്തേക്ക് നടക്കാൻ വേണ്ടി ഇറങ്ങി. ഈ മൂടൽമഞ്ഞൊക്കെ മാറി വരുന്നൊരു ടൈമായിരുന്നു കേട്ടോ. കാഴ്ച കാണാൻ അടിപൊളിയായിരുന്നേ. അങ്ങനെ നേരെ അവിടെ നിന്ന് കിച്ചണിലേക്ക് വന്ന് നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ബ്രെഡ് ടോസ്റ്റും കുറച്ച് ഫിഷ് ഫിംഗേഴ്സൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കഴിച്ച് പിന്നെ ഇതിന് കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയത്. എന്നിട്ട് ഇവിടുന്ന് നമ്മളൊരു 10 മണിയായപ്പോൾ വെക്കേറ്റ് ചെയ്ത്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ നേരെ ഒരു കാസ്റ്റിലേക്കാണ് ഫസ്റ്റ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. കുറച്ച് പ്ലേസ് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. ഫസ്റ്റ് നമ്മൾ കാസ്റ്റിലേക്കാണ് പോകുന്നത്. ഈ കാസ്റ്റിൽ പറയുകയാണെങ്കിൽ ഒരു സൈഡിൽ ബീച്ച്, ഒരു സൈഡിൽ കാസ്റ്റിലായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടുത്തെ വെള്ളം കൊണ്ട് ഇവിടെ എല്ലായിടത്തും വെള്ളം ഇങ്ങനെ ഭയങ്കര അടിപൊളിയാണ്, ഒരു ഗ്രീൻ ബ്ലൂയിഷ് കളറായിട്ട്. അങ്ങനെ അവിടുന്ന് നമ്മൾ കാസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോയേ. കാസ്റ്റിനെ കുറിച്ചുള്ള വിവരണം നിങ്ങൾക്ക് ഇപ്പം കേൾക്കാം. ഇത് അതിപുരാതനമായ ഒരു കാസിലാണിത്. അതിനകത്ത് കുറെ ഷോപ്പുകളും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ സഞ്ചാരികൾക്ക് അതിമനോഹരമായ ഒരു അനുഭവമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. അങ്ങനെ നൂറാട്ടൻ കാസ്റ്റലിനെ കുറിച്ച് ചെറിയ വിവരണമൊക്കെ തന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് അടുത്തായിട്ട് നമ്മൾ പോയതൊരു ബ്രിഡ്ജ് സ്റ്റോപ്പിലേക്കാണ്. ഈ ബ്രിഡ്ജ് സ്റ്റോപ്പിലെ വ്യൂ അത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തേ. പിന്നെ അവിടെ ഭയങ്കര കാറ്റായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്തായിട്ട് നമ്മളൊരു പാർക്കിലേക്കാണ് കേട്ടോ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പാർക്കാണ്. അങ്ങനെ നമ്മൾ പാർക്കിലെത്തി. അവിടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അവിടെ നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അതിൻ്റെ സൈഡിലൊരു കാണാൻ നല്ല രസമുള്ളൊരു അരുവിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി അതിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് പിന്നെ അതിൻ്റെ സൈഡിലൊരു ഹട്ട് പോലെ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ മെയിൻ സ്പോട്ടിലെത്തി. ദിസ് പ്ലേസ് ഈസ് കോൾഡ് ലാൻഡിൻ വ്യൂ. ഒരു സൈഡിൽ ഫുള്ള് ഹില്ല്, ഈ ഹില്ലിൻ്റെ അടിവാരത്തായിട്ട് കടൽ. അതിനെ കാണാൻ ഭയങ്കര നൈസായിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. ഇതൊരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് കേട്ടോ. അങ്ങനെ ഇവിടെ നമ്മൾ ശരിക്കും ഒരു കേബിൾ കാറിന് പോകണമെന്ന് വിചാരിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ കേബിൾ കാർ ഇല്ലായിരുന്നു. പക്ഷെ നമുക്ക് ഈ ഹില്ലിൻ്റെ ഉള്ളിൽ കൂടെ ഓടുന്നൊരു ട്രെയിൻ ഉണ്ടായിരുന്നു. നമ്മൾ അതിൽ കയറിയിട്ടാ. ഈ ട്രെയിൻ ഇങ്ങനെ ഇതിൻ്റെ ഫുൾ ലാൻഡ്സ്കേപ്പ് കാണുന്ന പോലെ വളരെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനിലെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഈവനിങ് ടൈമൊക്കെ ആയപ്പം അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ അടുത്തുള്ളൊരു ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ 2 days വെയിൽസ് ട്രിപ്പ് വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.